കൂത്താൻ പോവാണ്. ശരിക്കും പേടിയാ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഏറെക്കുറെ 90s കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ സ്കൂളിലല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് മൂക്ക് കുത്താനും സെക്കൻഡ് സ്റ്റഡ് കുത്താനും ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ പേരൻസിനോട് ചോദിക്കുമ്പോൾ പറയുന്ന സെയിം ഡയലോഗ് എൻ്റെ വീട്ടിൽ മാത്രമായിരിക്കത്തില്ല കേട്ടോ, ഒരുമാതിരിപ്പെട്ട എല്ലാ 90s കിഡ്സിൻ്റെ വീട്ടിലും പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ചെയ്യേണ്ട, കല്യാണത്തിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്തോളാം. പിന്നെ എൻ്റെ കാര്യത്തിൽ പേരൻസ് മാത്രമല്ലായിരുന്നു കേട്ടോ സമ്മതിക്കാത്തിരുന്നത്. എനിക്ക് കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് ആർക്കും ഈ ഒരു സംഭവം ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് കല്യാണം കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ സമ്മതിക്കുന്ന ആളായിരുന്നു കേട്ടോ. കാരണം ഇച്ചയ്ക്കും സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നതും മൂക്ക് കുത്തുന്നതും ഒക്കെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റഡ് കുത്താനായിട്ട് പോയിട്ടോ. പക്ഷെ പണി പാളിപ്പോയി. എനിക്കാണെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് അത് ഊരിക്കളയേണ്ടി വന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം ഹീസപ്പനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവളുടെ കാത് കുത്താൻ പോയ സമയത്ത് വീണ്ടും ഞാൻ കാത് കുത്തി, അതും പണി കിട്ടി, അതും ഇൻഫെക്ഷനായി. കഴിഞ്ഞു. കണ്ണ് തുറക്കാൻ വയ്യ, വേദന. കാണുമ്പോഴെന്നാ വേദന. കണ്ണം തുറന്നു നോക്കി. കുഴപ്പമൊന്നുമില്ലേ? മൂക്ക് കുത്തിയപ്പോൾ വേദന ഉണ്ടായിരുന്നോ, എന്തായിരുന്നു എക്സ്പീരിയൻസ് ചോദിച്ചവർക്ക് വേണ്ടി കേട്ടോ ഈ ഒരു വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് കുത്തിയ സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ അലറി വിളിച്ചേനെ. പക്ഷെ ഞങ്ങൾ മൂക്ക് കുത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അനശ്വര ജുവലേഴ്സിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു. വെറുതെ മാനം കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കടിച്ചമർത്തി അവിടെ ഇരുന്നു. സെക്കൻഡ് സ്റ്റഡ് കുത്തിയപ്പോൾ വേറെ ജുവലറിയിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ തവണ ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. മൂക്ക് കുത്തുന്നതിൻ്റെ ടെൻഷനിലാണെങ്കിൽ അവിടുന്ന് നമ്മൾ മൂക്കുത്തിയൊക്കെ പർച്ചേസ് ചെയ്ത വീഡിയോ എടുക്കാനും മറന്നു കേട്ടോ. എന്തായാലും അനശ്വര ജുവലേഴ്സിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയ സമയത്ത് അവസാനം ഇൻഫെക്ഷൻ ആയിട്ട് അത് ഊരിയെടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വന്നു കേട്ടോ. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കറക്റ്റ് സ്ഥലം നോക്കിയിട്ടല്ല അത് കുത്തിയെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു തവണ ഞാൻ അനശ്വര ജുവലേഴ്സിലോട്ട് വന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്ത് കെയറോടാണ് ആ ചേട്ടൻ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ എൻ്റെ കണ്ണീരൊക്കെ തുടച്ച് തന്നത് ആ ചേട്ടനാണ്. എന്തായാലും എനിക്ക് ഇവിടുന്ന് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും മൂക്ക് കുത്താനോ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ കുത്താനുണ്ടെങ്കിൽ നേരെ നമ്മുടെ അനശ്വര ജുവലേഴ്സിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.